ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും അശ്വിൻ ടിപ്സ് ആൻഡ് ടിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയുടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് KSEBയുടെ നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കുന്നതാണ്. അതുപോലെ ഓൺലൈനായിട്ട് അടയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ കംപ്ലീറ്റ് ആക്കുന്ന ഫുൾ സ്റ്റെപ്പ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഫെഡറൽ ബാങ്ക് വഴിയാണ് ഈ ഓൺലൈനായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ KSEBയുടെ സൈറ്റിൽ പോയി അടച്ചാലും അതല്ലേ ഗൂഗിൾ പേ, നിങ്ങളുടെ ഏത് ഓൺലൈൻ സാങ്കേതിക വിദ്യ നിങ്ങൾ എങ്ങനെ ഇത് അയച്ചാലും ഒരു രീതി തന്നെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അഥവാ ഇത് നടക്കുന്ന സ്റ്റെപ്പ് അല്ല നടക്കുന്ന ഒരേ ഫോർമാറ്റിലായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഏതിലും വഴി ചെയ്താലും കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാം. വാച്ച് ഫോർ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ ഈ സ്റ്റെപ്പ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ അല്ലായിരിക്കും. ഈ പേ ബില്ല് ഒന്നും ഇവിടെ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നമ്മൾ അടയ്ക്കുവാണെങ്കിൽ വളരെ എളുപ്പം തന്നെ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ അടയ്ക്കാം. അപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ പേ ബില്ല് എന്ന് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പച്ച കളർ പേ ബില്ല് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പച്ച കളറിലേക്ക് കണ്ട ഇത് തന്നെ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. നമുക്ക് ഇൻസ്റ്റാ പേ എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാ പേയിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് ഇവിടെ പുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ആയിരിക്കും. അപ്പോൾ തന്നെ ഇവിടെ ഗ്യാസ്, ടെലികോം, ലാൻഡ് ഫോൺ എല്ലാം ഉണ്ട്, വാട്ടർ എല്ലാത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ചോയ്സ് ഇവിടെ മുതലേ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ കറണ്ട് ബില്ല് അടിക്കാൻ പോകുമ്പോൾ ഇലക്ട്രിസിറ്റി എന്നുണ്ട്, അതേ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. താഴെ രണ്ടാമത് ലൊക്കേഷനാണ് ഇലക്ട്രിസിറ്റി കഴിഞ്ഞ്. നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ സ്റ്റേറ്റ് ആണ്, നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെയാണ്. ഇപ്പോൾ കേരള കൊടുക്കുക. അടുത്തത് സെലക്ട് ബില്ലർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ KSEB, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് KSEBL അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കൺസ്യൂമർ നമ്പർ അടിക്കുവാണ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ നമ്പർ അടിക്കുക. ഇതിനുശേഷം പേ ബില്ല് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോകണമെങ്കിലും ഇത് തന്നെ സെയിം ഇത്ര ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും അടിക്കാൻ വേറെ സംഭവമൊന്നുമില്ല. നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എനിക്ക് അറിയായിരിക്കും. കൺസ്യൂമർ നമ്പറും ഇലക്ട്രിസിറ്റി ബോർഡും കേരള സ്റ്റേറ്റും ഇത്രയും കൊടുത്ത് പേ ബില്ല് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ഒരു 4 ഡിജിറ്റ് UPI പാസ്വേഡ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഫെഡറൽ ബാങ്ക് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാണെങ്കിൽ ഡെബിറ്റ് കാർഡിന് നിങ്ങളുടെ കൊടുത്ത് നിങ്ങൾ ശരിയാക്കുന്നതാണ്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പം തന്നെ. അതിനുശേഷം നമുക്ക് പേ ബില്ല് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേ ബില്ല് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ നമ്പറും താഴെ എത്ര രൂപ എമൗണ്ട് പേ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒറിജിനൽ എമൗണ്ട് 1145 രൂപ വരുന്നത്, പക്ഷേ 1081 രൂപ കാണിക്കുന്നത്. എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ വരുന്നതായിരിക്കും. ഈ 1081 വരുന്ന കാരണം ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഓൺലൈനായിട്ട് പേ ചെയ്യുമ്പോൾ ഇത്ര രൂപ പേ ചെയ്താൽ മതി എന്ന് അവർ പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കൺഫർമേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബില്ല് കറക്റ്റായിട്ട് ഫോളോ ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു മൊബൈലിൽ നിന്ന് മെസ്സേജ് വരുമായിരിക്കും, ഒരു മെസ്സേജും വരും. അതുപോലെ തന്നെ നമുക്ക് കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൺഫേം കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഞാനിപ്പോൾ ഫെഡറൽ ബാങ്ക് ഉണ്ട്, 4 ഡിജിറ്റ് പാസ്വേഡ് ഉണ്ട്, അതടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ നമ്മളിപ്പോൾ മണി പേ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇലക്ട്രിസിറ്റി ബിൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, വളരെ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.